നമ്മൾ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ഇന്ന് ജസ്റ്റിസ് ബി ആർ ഗവായി ചുമതലയേൽക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ആ പദവിയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു മലയാളിയുണ്ട്, ഒരു മലയാളി ബന്ധമുണ്ട് ജസ്റ്റിസ് ബി ആർ ഗവായിക്ക്. എന്താണെന്നല്ലേ, ആ സസ്പെൻസ് ഞാൻ അധികം നീട്ടുന്നില്ല, നമുക്ക് അതിലേക്ക് തന്നെ എത്താം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ബി ആർ ഗവായി സ്ഥാനമേൽക്കുമ്പോൾ അനുഗ്രഹിക്കാനായി ഒരു മലയാളി അധ്യാപകൻ ദില്ലിയിലെത്തുന്നുണ്ട്. പത്തനംതിട്ട സ്വദേശി പി എസ് മാത്യുവാണ് തന്റെ പ്രിയ ശിഷ്യന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനായി രാജ്യതലസ്ഥാനത്ത് എത്തുന്നത്. പഠനത്തിൽ പിന്നോക്കമായിരുന്ന ഗവായിക്ക് വഴികാട്ടിയായത് ഈ ഗുരുനാഥനാണ്. പരമോന്നത നീതിപീഠത്തിന്റെ ഉന്നതിയിലെത്തുമ്പോഴും ജസ്റ്റിസ് ബി ആർ ഗവായി തന്റെ പ്രിയ ഗുരുനാഥനെ മറക്കുന്നില്ല. ഇരുവരും തമ്മിലുള്ള ബന്ധമാരംഭിക്കുന്നത് 51 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് ഗവായി 8ാം ക്ലാസ് വിദ്യാർത്ഥിയും. അതേ സ്കൂളിലെ അധ്യാപകനായിരുന്നു പി എസ് മാത്യു. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതോടെയാണ് ഗവായിയെ പി എസ് മാത്യു ശ്രദ്ധിക്കുന്നത്. ഒരു പയ്യന് വളരെ മോശമായ മാർക്കാണ് കിട്ടിയത്. എനിക്ക് സ്വാഭാവികമായിട്ട് ഐ എം നോട്ട് മാരീഡ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അവനെ സൂക്ഷിച്ചു നോക്കി, ആരെന്ന് എനിക്കറിയില്ല. സൂക്ഷിച്ചു നോക്കി ഞാൻ പറഞ്ഞു, ഗെറ്റ് ദ സിഗ്നേച്ചർ ഓഫ് യുവർ ഡാഡ്. എല്ലാവരുടെയും വേണം, പക്ഷേ ഗെറ്റ് ദ സിഗ്നേച്ചർ ഓഫ് യുവർ ഡാഡ് ഓർ മമ്മി ടുമോറോ വെൻ യു കം ടു ദ സ്കൂൾ നിർദ്ദേശം കൊടുത്തു. അല്പം ഒന്ന് പരിഭവിച്ചു. ഞാനല്ല, പയ്യൻ. താൻ വഴക്കു പറഞ്ഞത് മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉപാധ്യക്ഷൻ RS ഗവായിയുടെ മകനെയാണെന്ന് മാത്യു എന്ന അധ്യാപകന് അറിയില്ലായിരുന്നു. ചോദ്യപേപ്പറിൽ ഒപ്പിടുന്നതിനു പകരം അധ്യാപകനെ ഗവായി വീട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ഗവായിയുടെ വീട്ടിൽ മാത്യു എത്തി. ശകാരിച്ച അധ്യാപകനോട് മക്കളെ നേർപാതയിൽ നടത്തണമെന്നായിരുന്നു RS ഗവായിയുടെ അഭ്യർത്ഥന. അവിടെ ചെന്ന് രണ്ടുപേര് എഴുന്നേറ്റ് നമസ്കരിച്ചു. ഈ കൂപ്പുകൈ തന്നു. ഞാനും നമസ്കരിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം, സാറേ, എനിക്ക് വേണ്ടത് ഞങ്ങൾ രാഷ്ട്രീയ സേവനക്കാരാണ്, സേവനം ചെയ്യാൻ വലിയ സാമ്പത്തിക, ഇതൊക്കെ ഗവൺമെന്റ് ബിൽഡിംഗ്, ഇറ്റ്സ് നോട്ട് അവർ ബിൽഡിംഗ്. ഞാൻ പറഞ്ഞു, ഐ ഷാൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ബ്രിങ് ദ ചൈൽഡ് ടു ദ സ്റ്റാൻഡേർഡ് ലെവൽ. അങ്ങനെ അത് 3 പേരെയും കൂടെ എഴുതി പഠിപ്പിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ലഭിച്ച ക്ഷണം എല്ലാ അധ്യാപകർക്കുമുള്ള അംഗീകാരമായിട്ടാണ് പി എസ് മാത്യു കരുതുന്നത്. എല്ലാ അധ്യാപകർക്കും ഉള്ള റിവാർഡായിട്ട് ഞാൻ അംഗീകരിക്കുന്നത്. കാരണം 51 വർഷങ്ങൾക്ക് ശേഷം ഒരു മഹൽ വ്യക്തി 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകരെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സംതിങ് ഗ്രേറ്റ്. ഈ കുട്ടികളുടെ പേരുമൊക്കെ ഓർത്തിരിക്കുന്നത് എന്റെ ഒരു പ്രത്യേകതയായിരിക്കാം. എനിക്ക് പഠിപ്പിച്ച സ്കൂളെല്ലാം അറിയാം. ഗുരുവിന് ശിഷ്യരെ നേതൃപാതയിൽ നടത്താമെന്നതിന് ഉത്തമ ഉദാഹരണമായിട്ടാണ് പി എസ് മാത്യു തന്റെ അനുഭവത്തെ ചൂണ്ടിക്കാട്ടുന്നത്. അവരെന്തായി തീരണമെന്ന് അധ്യാപകൻ ചിന്തിച്ചാൽ അവരെ ആക്കി തീർക്കാൻ സാധിക്കുമെന്നുള്ളതിന് ഒരു ഇൻസിഡന്റ് ഇത്. അതെ, എന്നോട് അദ്ദേഹം നിർദ്ദേശിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതാ ആ കാര്യം എന്ന് പറഞ്ഞത്, എന്റെ കുഞ്ഞുങ്ങളെ 3 പേരെയും നല്ലവരാക്കി രൂപാന്തരപ്പെടുത്തി തരണം. അത് മാത്രമേ എന്നോട് ആവശ്യപ്പെട്ടു. 100 മാർക്കൊന്നും എന്നോട് ആവശ്യപ്പെട്ടില്ല. നല്ല കുഞ്ഞുങ്ങളായിട്ട് ഇപ്പൊ മാറി 3 പേരുമായി. പിന്നീട് കേരള സംസ്ഥാനത്തിന്റെ ഗവർണറായി മാറിയതും ഇതേ RS ഗവായിയാണ്. ഗവർണറായപ്പോഴും തന്റെ മകന്റെ അധ്യാപകനെ രാജ്ഭവനിലേക്ക് ക്ഷണിക്കുകയും സൗഹൃദം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.